8ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുകയാണ് ആശാ വർക്കേഴ്സ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. ഇതിനിടെ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ പോലീസ് കേസെടുത്തു. വേതന കുടിശ്ശിക അനുവദിക്കുക, ഹോണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം 8ാം ദിവസം പിന്നിടുമ്പോഴും അനുകൂല നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെയും സംഘടിപ്പിച്ച് മഹാസംഗമം സംഘടിപ്പിക്കും. 8ാമത്തെ ദിവസമാണ് ഈ വെയിലത്ത് വന്നിരിക്കുന്ന ഈ സർക്കാരിന് വേണ്ടി ഇത്രയും നാൾ പണിയെടുത്ത സ്ത്രീകൾ പറയുന്ന ഈ ഡിമാൻഡുകൾ കേട്ടത് പരിഹരിക്കാനുള്ളൊരു നടപടിയെടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. പറഞ്ഞാൽ പണിയെടുക്കുന്നവൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അവർ. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ പോലീസ് കേസെടുത്തു. അനധികൃതമായി സംഘം ചേരൽ, വഴി തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിശദീകരണം ആവശ്യപ്പെട്ട് പോലീസ് നേതാക്കൾക്ക് നോട്ടീസ് നൽകി. അവർ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സമര നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അല്ലെ സമര നേതാക്കളെ കേസിൽപ്പെടുത്തി ഈ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നടക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ആളുകൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ആശമാരും ഇവിടെ വരും. അതേസമയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട്. വിഷയത്തിൽ ധനവകുപ്പിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. ധനവകുപ്പ് പച്ചക്കൊടി കാണിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.